ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അച്ചീസ് വേൾഡ്. അപ്പോൾ ദേ ഇന്നൊരു ലഞ്ചിൻ്റെ തിരക്കായാലോ? തിരക്കൊന്നുമില്ല, സമാധാനത്തിൽ തന്നെ ഇന്നൊരു ഉച്ചയൂണ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഒരു കുഞ്ഞു സദ്യയാണ് വിചാരിച്ചത്, പക്ഷേ ഈ ഏട്ടൻ സദ്യ ഒന്നും വേണ്ടാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ, സിറ്റ് ഔട്ടിലിരിക്കുമ്പോൾ എൻ്റെ കൂട്ടിന് കാക്കകളും അപ്പുറത്തെ കോഴികളൊക്കെ ഉണ്ടെന്ന്. ദേ കാക്കകളൊക്കെ മതിലിൻ്റെ മുകളിൽ കൂടെ നടക്കലാണ്. അപ്പോൾ ബീൻസ് ഉപ്പേരി ഉണ്ടാക്കാനുണ്ട്, കൂർക്കയും ഉണ്ട്. കൂർക്ക ഉണ്ടെങ്കിൽ തന്നെ കുട്ടികൾക്ക് നല്ല ഇഷ്ടമാണ്, കൂർക്ക മെഴുക്ക് പറ്റി. അപ്പോൾ ബീൻസും ഏട്ടന് ഇഷ്ടമുള്ള ഉപ്പേരിയാണ് ബീൻസ് ഉപ്പേരി. ഇങ്ങനെ മഞ്ഞൾപ്പൊടിയൊന്നും ഇടാതെ പച്ച കളറിൽ തേങ്ങ ചരുവിട്ട് ബീൻസ് പച്ചയും വെള്ളയൊക്കെ ആയിട്ട് അങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് ബീൻസ് ഉപ്പേരിക്കുള്ളത് മുറിച്ച് അടുക്കളയിൽ കൊണ്ട് വെച്ചിട്ട് കൂർക്ക എടുത്തിട്ട് വന്നു. കൂർക്ക തോല് കളയാനുണ്ട്. അപ്പം ഞാനിങ്ങനെ സീറ്റ് ഔട്ടിലിരുന്ന് കൂർക്ക തോല് കളയുന്നിടയിൽ ഏട്ടനുണ്ട്, ഇന്ന് ലീവാണ്. അപ്പോൾ സൈക്കിൾ ഇവന്മാർ വാങ്ങിക്കൊണ്ട് വന്നതും കേട് വരുത്താനുള്ള തത്രപ്പാടെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടല്ലോ. സൈക്കിളിൻ്റെ സ്ക്രൂ ഒക്കെ ലൂസാണെന്ന് പറഞ്ഞിട്ട് ഏട്ടൻ ഒരു വിധത്തിൽ അതൊക്കെ ടൈറ്റ് ചെയ്ത് നമുക്ക് സർവീസ് ചെയ്യാൻ കൊടുക്കാം, പക്ഷെ കുറേ ദൂരം പോകാനല്ലേ. അപ്പോൾ സൈക്കിളും കൊണ്ട് പോകാനുള്ളൊരു ഇതൊക്കെ കൊണ്ട്, പിന്നെ പിള്ളേർ ലീവാണെങ്കിൽ അവന്മാർ ചവിട്ടിയിട്ട് പോകാൻ പറ്റുള്ളല്ലോ. സൈക്കിളിൻ്റെ സ്ക്രൂ ഒക്കെ ടൈറ്റ് ചെയ്തിട്ട് അത് ടൈറ്റായി നോക്കാൻ വേണ്ടി ആശാനൊന്ന് സൈക്കിൾ എടുത്തിട്ട് പുറത്തിറങ്ങിയതാണ്. അങ്ങനെ ഞാനും നോക്കി നിൽക്കുമല്ലോ, കുറച്ച് നേരം നോക്കി നിന്ന് വെറുതെ ഇങ്ങനെ രണ്ടാളും കൂടെ വർത്താനം പറഞ്ഞ് ഇരിക്കലും അങ്ങനെ തന്നെയായിരുന്നു. പിന്നെ അടുക്കളയിൽ ലഞ്ചാണല്ലോ, അപ്പോൾ പിന്നെ ഉച്ചയ്ക്ക് സമാധാനത്തിൽ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ വറുത്തരച്ച് സാമ്പാറിനുള്ള തേങ്ങ ചിരവലും അതൊന്നും ഞാൻ കാണിക്കില്ല. തേങ്ങ ചിരവി വറുത്തരിക്കാനും സാമ്പാറിനും എല്ലാം റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. ഇത് ഉപ്പേരിക്കുള്ള തേങ്ങയാണ്. അപ്പോൾ അങ്ങനെ ബീൻസ് ഉപ്പേരിയും റെഡി ആയിട്ടാണ് നമ്മുടെ കൂർക്ക മെഴുക്ക് വരട്ടി ഉണ്ടാക്കണം. ബീൻസ് ഉപ്പേരി കടുക് പൊട്ടിക്കാതെ വെറുതെ വെള്ളമൊഴിച്ച് വേവിച്ചിട്ട് ലാസ്റ്റ് കുറച്ച് എണ്ണ ഇങ്ങനെ മുകളിൽ കൂടെ ഒഴിച്ചു കൊടുത്തു. കടുകൊക്കെ പൊട്ടിച്ചാൽ ഈ പിള്ളേർ പെറുക്കി കളയും, അവന്മാർക്ക് ഇഷ്ടമല്ലാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. പിന്നെ കൂർക്ക മെഴുക്ക് വരട്ടിക്ക് പിന്നെ ഇല്ലാണ്ട് പറ്റില്ലല്ലോ, എന്നാലല്ലേ എണ്ണ ഒഴിച്ച് വെച്ചാലല്ലേ അതിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ എണ്ണ ഒഴിക്കലും ഒന്ന് കടുക് പൊട്ടിക്കലും വെളുത്തുള്ളി ഒന്ന് കുത്തിച്ചതച്ചതാണ്, പിന്നെ ചെറിയ ഉള്ളിയില്ല സവോള കട്ട് ചെയ്താണ്. പെട്ടെന്ന് തന്നെ കറിവേപ്പില ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. എനിക്കെപ്പോഴും ഇങ്ങനെ കൂർക്ക ഉപ്പേരി വയ്ക്കാനേ അറിയുള്ളൂ, ഞാൻ മെഴുക്ക് വരട്ടി അങ്ങനെ ഉണ്ടാക്കിയിട്ടേ ഇല്ല. പിന്നെ കുറച്ച് ചെറുതായിരിക്കുമ്പോൾ എൻ്റെ പിള്ളേർ കുറച്ചും കൂടെ നല്ല ചെറുതാണ്, അപ്പോൾ വീടൊന്നും വെച്ചിട്ടില്ല. അപ്പോൾ ഞാൻ എൻ്റെ മാമൻ വീട്ടിൽ വിരുന്ന് പോവും. അപ്പോൾ അമ്മായി ഇങ്ങനെ കൂർക്ക മെഴുക്ക് വരട്ടി, അതുവരെ നമ്മൾ തേങ്ങ ചരുവിയിട്ടിട്ട് എപ്പോഴും ഇങ്ങനെ സാധാരണ ഉപ്പേരിയാണ് വെക്കാറല്ലോ. അങ്ങനെ അമ്മായി കൂർക്ക മെഴുക്ക് വരട്ടി ഉണ്ടാക്കിയിട്ട് അത് കുഞ്ഞാറ്റ കഴിച്ചിട്ട്, കുഞ്ഞാറ്റ ചെറുതാണ്, നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇന്നും അവൻ അതുപോലെ വെക്കാൻ എപ്പോഴും പറയാറുണ്ട്. എനിക്ക് അമ്മായി വെക്കാൻ അത്രയും ടേസ്റ്റിൽ വന്നില്ലെങ്കിൽ പോലും അമ്മായിയാണ് ഇങ്ങനെ കൂർക്ക മെഴുക്ക് വരട്ടിയുടെ പരിചയപ്പെടുത്തി തരുന്നത്. അമ്മായിക്ക് തന്നെ ഓർമ്മയുണ്ടാവില്ല. അപ്പോൾ അതുപോലെ തന്നെ അമ്മായി ഇങ്ങനെ മുളക് ചതച്ചിട്ടാണ് വെച്ചത് തോന്നുന്നു, ഇങ്ങനെ ഉണക്കമുളക്. പക്ഷെ ഞാൻ ഉണക്കമുളകൊന്നുമല്ല, ഞാൻ മുളക് പൊടിയിൽ തന്നെ ഇങ്ങനെ നല്ലോണം മെഴുക്ക് വരട്ടിയാക്കിയിട്ട് അത് റെഡി ആയിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ആയിരുന്നു അമ്മായി ഉണ്ടാക്കിയത്. ഞാൻ ഉണ്ടാക്കിയതും ടേസ്റ്റ് കുറവൊന്നുമില്ല കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കൂർക്ക മെഴുക്ക് വരട്ടി. അങ്ങനെ എല്ലാം റെഡിയാക്കിയിട്ട് ഡൈനിങ് ടേബിളിൽ കൊണ്ടുപോയി വെക്കാമെന്ന് പറഞ്ഞിട്ട് എല്ലാം പാത്രത്തിലേക്ക് മാറ്റുകയാണ്. പാത്രത്തിൽ മാറ്റി ഡൈനിങ് ടേബിളിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണ്ടല്ലോ. സാമ്പാറും ഞാൻ പറഞ്ഞല്ലോ വറുത്തരച്ച സാമ്പാർ, അങ്ങനെ സാമ്പാറും കൂർക്ക മെഴുക്ക് വരട്ടിയും ബീൻസ് ഉപ്പേരിയും പിന്നെ ഒരു പപ്പടമുണ്ട്, കുറച്ച് പായസമുണ്ട്. പായസം പെട്ടെന്ന് വെച്ചതാണ്, അങ്ങനെ സേമിയ അതൊന്നുമില്ല. അപ്പോൾ ഞാൻ കുറച്ച് അരി ഇട്ടിട്ട് നമ്മുടെ വെല്ലമൊക്കെ ഇട്ടിട്ടുള്ള അരിപ്പായസം ഇല്ലേ, തേങ്ങ ചിരവി ഇട്ടിട്ടുള്ളത്, അത് പെട്ടെന്നൊന്ന് തട്ടിക്കൂട്ടിയിട്ടുണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ആയിരുന്നു. ഇത്രയും ആയ സ്ഥിതിക്ക് കുറച്ച് വാഴയിലയിൽ ചോറ് കഴിക്കാമെന്ന് കുട്ടിസ്വാമികൾക്ക് ഇല മതി എന്ന് പറഞ്ഞു. അപ്പോൾ ശരി, എന്നാൽ കുട്ടിസ്വാമികൾക്ക് ഇല പറിക്കാമെന്ന് പറഞ്ഞാൽ നമുക്ക് വാഴയൊന്നുമില്ല, നമുക്ക് കാണുന്നതെല്ലാം നമ്മുടെ തന്നെ. അപ്പം മേമ അങ്ങനെ ഒന്നും പറയാറൊന്നുമില്ല, ഇല പറിക്കണമെന്ന് ചോദിച്ചാലും ഓന്നേ പറയുള്ളൂ. അതുകൊണ്ട് ഞാൻ ചോദിക്കാനൊന്നും നിന്നില്ല. ഇപ്പോൾ മേമ വീഡിയോ കാണുമ്പോഴായിരിക്കും ഇലയൊക്കെ പറിച്ചിരിക്കുന്നത് അറിയുള്ളൂ. കാരണം ആരും ഉണ്ടായിരുന്നില്ല അവിടെ, തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അതായത് അല്ലെങ്കിൽ എല്ലാ വീട്ടിലും ആൾക്കാരും നമ്മൾ എന്ത് ചെയ്യുമ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കലും കാര്യങ്ങളും എല്ലാവരും ഉണ്ടാവും. ഇന്ന് ആരും ഉണ്ടായിരുന്നില്ല പരിസരത്തൊന്നും. അപ്പോൾ ഞാൻ പോയിട്ട് നേരെ വാഴയിലയൊക്കെ
കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മുടെ ഫ്രണ്ടിൽ തന്നെ പൈപ്പുണ്ട്, ആ പൈപ്പിലൊക്കെ കഴുകിയിട്ടാണ് ഉള്ളി കൊണ്ടുവന്നത്. അതെ, എത്തണില്ല. മേമയുണ്ടെങ്കിൽ മേമ സഹായിച്ചു തരും കേട്ടോ പറിക്കാനൊക്കെ. പിന്നെ മേമ കൂടെ വന്ന് നിൽക്കുകയൊക്കെ ചെയ്യും. മേമ ഉണ്ടായിരുന്നില്ല, ഉണ്ടോ ഇനിയിപ്പോൾ അകത്തുണ്ടോ ഞാൻ വിളിച്ചു വയ്ക്കുകയൊന്നും ചെയ്തില്ലല്ലോ. ഞാൻ നേരെ കയറി പറിച്ചു കൊണ്ടുവന്നു, അത്രയേ ഉള്ളൂ. അങ്ങനെ ഇല പറിക്കട്ടെ. പിന്നെ എനിക്ക് എത്തണുണ്ടായിരുന്നില്ല, അപ്പം ഞാനിങ്ങനെ ഈ തണ്ടോട് കൂടി പറിച്ചപ്പോൾ അത് മൊത്തത്തിൽ വന്നു. മേമ കാണുമ്പോൾ എന്നെ കൊല്ലും. എന്നിട്ട് ഞാൻ ആവശ്യത്തിനുള്ളത് മാത്രം എടുത്തിട്ട് ബാക്കി കൊണ്ടുപോയി കളഞ്ഞു. നമുക്ക് ആവശ്യമില്ലല്ലോ, നമുക്ക് 4 ഇലയും മതി, 4 ആളല്ലേ ഉള്ളൂ. അപ്പം ഞാൻ 4 ഇലയ്ക്കുള്ളതാക്കിയിട്ട് ബാക്കി കൊണ്ടുപോയി അപ്പുറത്തെ സൈഡ് കൊണ്ടുപോയി കളഞ്ഞിട്ട് വന്നിട്ട് ഇത് കഴുകിയിട്ട് വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇത് നമ്മുടെ നേരെ വീടാണ്. പിന്നെ ഇത് കോൺക്രീറ്റ് റോഡാണ്, നമ്മുടെ തന്നെ വീട്ടിലേക്ക് വരുന്ന വഴി കോൺക്രീറ്റ് റോഡാണ്. അപ്പോൾ റോഡിലിങ്ങനെ ബൈക്കുകളൊക്കെ വരുന്നുണ്ട്. പിന്നെ അതേ പെട്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ, പെട്ടെന്ന് തട്ടിക്കൂട്ടിയിട്ട് ഒരു കുഞ്ഞ് പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പച്ചരിയും തേങ്ങയും തേങ്ങ ചെരുവിയതും വെല്ലവും കൂടെ ഇട്ടിട്ട് ഒന്നിങ്ങനെ പപ്പടത്തിലിങ്ങനെ അടിച്ച് കുഴച്ച് കഴിക്കുക. നമ്മൾ സദ്യയിലൊക്കെ ഗോതമ്പ് പായസവും പപ്പടവും പഴമൊക്കെ കൂട്ടി കുഴച്ച് കഴിക്കില്ലേ, അത് ഞാനിങ്ങനെ വരിക്കുട്ടിക്കൊന്നും ഇഷ്ടമായിട്ടില്ല. ഇതെന്ത് പായസം എന്നൊക്കെ ചോദിക്കണം. അപ്പം ഞാനിങ്ങനെ പറയുന്നത് ഇതിങ്ങനെ ഇലയിൽ വെച്ചിട്ട് പപ്പടത്തിൽ തട്ടിക്കുഴച്ച് കഴിക്കുക എന്നൊക്കെ പറഞ്ഞു കൊടുക്കണം. പിന്നെ ചോറ് കഴിക്കാൻ എല്ലാവരും വന്ന് രാവിലെ നേരത്തെ എണീക്കലും ബ്രേക്ക്ഫാസ്റ്റൊക്കെ നേരത്തെ കഴിക്കുന്നത് കൊണ്ടേ ഒരു 12-12:30 ആകുമ്പോഴേക്കൊക്കെ വിശക്കാൻ തുടങ്ങും. വിശക്കണമ്മ. എൻ്റെ കുട്ടിസ്വാമികൾക്ക് ഇപ്പോൾ വിശപ്പ് കൂടുതലാണ്. അപ്പോൾ കഴിക്കുമൊന്നുമില്ല, ഇത്തിരി കഴിക്കുമല്ലോ, എന്നിട്ടോ വിശപ്പായിരിക്കും. അങ്ങനെ ഇലയൊക്കെ ഇട്ട് ഇലയിൽ കഴിക്കാനുള്ള അതൊരു സുഖം തന്നെയല്ലേ. കുഞ്ഞാറ്റയ്ക്ക് ഈ ഇല വേണ്ട, ആ ഇല മതി പറഞ്ഞാൽ പിന്നെ അത് മാറ്റി, പിന്നെ അവസാനം വേണ്ട അവൻ്റെ ഇല എന്നെ മതി പറഞ്ഞ് പിന്നെ എനിക്ക് ഇല മാറ്റി വെച്ച് എനിക്കൊരു ചെറിയ കീറിയതുണ്ടായിരുന്നു. ശരി, ഞാനതെടുത്തിട്ട് ഇവർക്ക് 3 ആൾക്കും സാമി കുട്ടികളല്ലേ ഏട്ടനും, അപ്പോൾ ഇവർക്ക് 3 ആൾക്ക് നല്ല ഇല കൊടുത്തതാണ്. ചെറിയൊരു കീറൽ തന്നെയുള്ളൂ, വേറെ ഒന്നുമില്ല. അങ്ങനെ ചോറ് കഴിക്കാനുള്ള ശരിക്കും താഴെ ഇരുന്ന് ഇലയിട്ട് കഴിക്കാനാണ്. ഇപ്പോൾ പിന്നെ ഇവിടെ ഞങ്ങൾ കുഞ്ഞു കുടുംബമായില്ലേ, എന്നും സദ്യ ഇല എന്നൊക്കെ നമുക്കൊരു ഓണത്തിൻ്റെ ഓർമ്മ മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇരിക്കുമ്പോഴും നമ്മളെല്ലാവരും കൂടെ ഉണ്ടാവുമ്പോൾ തന്നെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടേ ഉള്ളൂ. തറവാട്ടിലിരിക്കുമ്പോൾ ഞാൻ ഇവിടെ സെപ്പറേറ്റായി വന്നതിന് ശേഷമൊന്നും അങ്ങനെ ഒറ്റയ്ക്കായിട്ട് എനിക്ക് അങ്ങനെ എപ്പോഴും ഒറ്റ ഫീലിംഗാണ്. ചെറിയൊരു കുടുംബമല്ലേ. നമ്മൾ തറവാട്ടിലിരിക്കുമ്പോഴാണ് എല്ലാവരും കൂടെ ഇലയിട്ട് ഉണ്ണണതിൻ്റെ അതൊരു സുഖം വേറെ തന്നെയാണ്. ഇങ്ങനെ ഞങ്ങൾ ഇലയൊക്കെ ഇട്ട് ഉണയിച്ചു എന്നൊക്കെ പറഞ്ഞപ്പോൾ അമ്മ എല്ലാവരും കൂടെ അനിയൻ്റെ കുട്ടികളും ഏട്ടൻ്റെ കുട്ടികളൊക്കെ മാലയിടാനുണ്ട്. ഇവർ ഏട്ടനും കുട്ടികളും അമ്മയും നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടെ മാലയിട്ടിട്ട് നമുക്ക് തറവാട്ടിൽ കുഞ്ഞു സദ്യ ഉണ്ടാക്കിയിട്ട് എല്ലാവർക്കും കൂടെ കഴിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾ അമ്മ അതിന് മുന്നേ ഇങ്ങനെ സദ്യ കുഞ്ഞു സദ്യ എന്നൊക്കെ പറഞ്ഞത് കൊണ്ടാണ് ശരി എന്നാൽ പിന്നെ ഞാനും ഇല പറിക്കണമെന്ന് പിള്ളേരെ ചോദിക്കുമ്പോഴേക്കും പിള്ളേർക്ക് ഇല റെഡി, ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ അല്ലെങ്കിലും കുട്ടികൾക്ക് ഇലയിൽ ചോറ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ചോറ് കഴിക്കൽ കഴിഞ്ഞതാ എൻ്റെ പായസം ചൂടാറാനായിട്ട് കിണ്ണത്തിൽ ഒഴിച്ച് വെച്ചതാണ്. അപ്പോഴേക്കും കുറച്ച് കുറുകിയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ അരി പായസമല്ലേ, ഞാൻ ഒരുപാട് ലൂസാക്കാതെ കുറുകിയിട്ട് തന്നെയാണ് ഉണ്ടാക്കിയതും. അങ്ങനെ എല്ലാവരും പായസവും പപ്പടവും നല്ല ടേസ്റ്റി ആയിരുന്നു. ഇഷ്ടപ്പെട്ടില്ല അവരുടെ കുഞ്ഞാറ്റിയുടെ പ്ലേറ്റിൽ ഇല മാത്രമേ ബാക്കിയുള്ളൂ. അവൻ്റെ വരും കളിയാക്കുണ്ടായിരുന്നു. ഈ പായസം അത്രയ്ക്ക് ഇഷ്ടമായിരുന്നില്ല ആർക്കും. പക്ഷേ പപ്പടമൊക്കെ കൂട്ടി കഴിച്ചപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്സ്. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് കൂടെ ഉണ്ടാവണേ.